Friends, welcome to Bharat Academy. IBP ക്ലാർക്ക് 2021 നോട്ടിഫിക്കേഷൻ ഔട്ടായി. 5840 വാക്കൻസികളാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയേണ്ടത് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ സിലബസ് ഏതൊക്കെയാണ്, മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് അവിടെ ഭാരത് അക്കാഡമിയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. www.bharatacademy.org എന്നുള്ള സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ PDF പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കഴിയുന്നതാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാം. ഇത് IBPS ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ജൂലൈ 11 ആണ് ഔട്ടായത്. കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ ദിവസം ജൂലൈ 11 ഔട്ടായത്. അത് 12 തുടങ്ങി. ഇന്നിപ്പോൾ 14. 12 മുതൽ നമുക്ക് ഓൺലൈനിൽ അത് അപേക്ഷിക്കാൻ കഴിയും. ജൂലൈ 12 തുടങ്ങി നമുക്ക് അത് അപേക്ഷിക്കാനായിട്ട് കഴിയും. അത് അപേക്ഷിക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ആഗസ്റ്റ് 1 ഈ മാസം വരുന്ന മാസം ആഗസ്റ്റ് 1 അത് അപേക്ഷിക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. അതിൻ്റെ പ്രിലിമിനറി എക്സാം ഓഗസ്റ്റ് 28, 29 ആൻഡ് സെപ്റ്റംബർ 4 ഈ ദിവസങ്ങളിലാണ് നടക്കുക. പ്രിലിമിനറി എക്സാം ഓഗസ്റ്റ് മാസം 28, 29, സെപ്റ്റംബർ 4, 2021 ഈ ദിവസങ്ങളിലാണ് നടക്കുക. റിസൾട്ട് വരുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ 2021 റിസൾട്ട് വരുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ 2021 വരും. സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ 2021 കൂടി പ്രിലിംസിൻ്റെ റിസൾട്ട് ഔട്ടാവും. മെയിൻ്റെ എക്സാം നടക്കുന്നത് 31/10/2021 അതായത് ഒക്ടോബർ മാസം 2021 അതിൻ്റെ മെയിൻ എക്സാം നടക്കും. അതിൻ്റെ റിസൾട്ട് വരുന്നത് ഏപ്രിൽ 1, 2022 ഏപ്രിൽ 1, 2022 അതിൻ്റെ റിസൾട്ട്, മെയിൻ്റെ റിസൾട്ട് വരും. ഇത് 11 ബാങ്കുകളിലേക്കാണ് ഇത് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതായത് 11 ബാങ്കുകളിലേക്ക് കോമൺ ആയിട്ടാണ് ഈ എക്സാം നമ്മൾ എഴുതുന്നത്. പൊതുമേഖല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴികെയുള്ള 11 ബാങ്കുകൾ. ആ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ഇങ്ങനെ 11 ബാങ്കുകളിലേക്കാണ് ഉള്ളത്. ഏത് പ്രായം 20 വയസ്സിനും 28 വയസ്സ് വരെ ആണ്. 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ്. അതിൻ്റെ 28 വയസ്സായിരിക്കേണ്ടത് 1/7/2021 28 വയസ്സ് കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ 20 വയസ്സ് ആയിരിക്കണം. 20 വയസ്സ് കഴിഞ്ഞിരിക്കണം. അത് വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. മാക്സിമം വയസ്സ് 28 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. 2/7/1993 1/7/2001 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ആ 2 ദിവസങ്ങളും കണക്കൂട്ടും. ആ 2 ദിവസങ്ങളും ഉൾപ്പെടെ ഉള്ള ദിവസങ്ങളാണ് ഏജിന് വേണ്ടി കൺസിഡർ ചെയ്യുക. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ടവർക്ക് 33 വയസ്സ് വരെ റിലാക്സേഷൻ, 33 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ടവർക്ക് 33 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. അതർ ബാക്ക്വേർഡ് കാസ്റ്റിന് 31 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. അതർ ബാക്ക്വേർഡ് കാസ്റ്റിന് 31 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് 38 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് 38 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. വിഡോസ്, ഡൈവേഴ്സഡ്, സെപ്പറേറ്റഡ് വുമൺ
വിഡോസ്, ഡിവോഴ്സഡ്, സെപ്പറേറ്റഡ് ഒന്നും അവർ പുനർവിവാഹം ചെയ്തിട്ടുണ്ടാകാൻ പാടില്ല. സെപ്പറേറ്റഡ് ആണെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് എക്കണോമിക്കലി ജനറലിനും എക്കണോമിക്കലി ബാക്ക്വേർഡ് വീക്കർ സെക്ഷനിൽപ്പെട്ട ആളുകൾക്ക് 35 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള ആളുകൾക്കും ജനറൽ ആയിട്ടുള്ള ആളുകൾക്കും 35 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നത് ആണ്. അത് OBC ആണെങ്കിൽ 38 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നത് ആണ്. അത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ടവരാണെങ്കിൽ 40 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ ജനറൽ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. പിന്നെ കമ്പ്യൂട്ടറിലും അവയർനെസ് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ സിലബസ്, പ്രിലിംസിൻ്റെ ഈ സിലബസ് മൊത്തം 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്. 1 മണിക്കൂറാണ് ടൈം. അത് ഓരോ ടൈമും വിഭജിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാകുക. 30 മാർക്കും ഉണ്ടായിരിക്കും. 20 മിനിറ്റ് സമയദൈർഘ്യം ഉണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റിക്ക് 35 മാർക്കാണ്. 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 20 മിനിറ്റാണ് അതിൻ്റെയും സമയം. റീസണിങ് എബിലിറ്റിക്ക് 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 35 മാർക്കുണ്ട്. അതിന് 20 മിനിറ്റാണ് സമയം. എല്ലാത്തിനും 0.25 നെഗറ്റീവ് മാർക്കും ഉണ്ട്. പിന്നെ മെയിൻസിന് വരുന്നത് മൊത്തം 200 മാർക്കിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. 200 മാർക്കിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ചോദ്യങ്ങളുടെ എണ്ണം 196 അതിൽ റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 60 മാർക്കാണ് കിട്ടുക. അതിന് 45 മിനിറ്റാണ് ഡ്യൂറേഷൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 40 മാർക്ക് ഉണ്ടായിരിക്കും. സമയം ദൈർഘ്യം 35 മിനിറ്റാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 50 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 50 മാർക്കും ഉണ്ടാകും. 45 മിനിറ്റാണ് സമയം. അതുപോലെ ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്സിന് 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. മാർക്ക് 50 ആണ്. 35 മിനിറ്റാണ് ഒട്ടുക. ആകെ 196 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആകെ മാർക്ക് 200 ആണ്. ആകെ അനുവദിച്ചിരിക്കുന്ന സമയം 260 മിനിറ്റും ആണ്. 160 മിനിറ്റും ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ സിലബസുകൾ വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം. ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൾജിബ്ര എന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ അലിഗേഷൻസ് ആൻഡ് മിക്സ്ചേഴ്സ്, അതുപോലെ ഏരിയ, ആവറേജ്, മീൻ, മീഡിയ ആൻഡ് മോഡ്, ബോട്ട് പ്രോബ്ലംസ്, ചെയിൻ റൂള്, ഡിസ്കൗണ്ട്, ഗെയിംസ് ആൻഡ് റൈസസ്, ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ്, ഇൻഇക്വാലിറ്റീസ്, പ്രോഗ്രഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, റിമൈൻഡർ തിയറം ആൻഡ് യൂണിറ്റ് ഡിജിറ്റ്, സെറ്റ്സ് ആൻഡ് വെൻ ഡയഗ്രാംസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിംപ്ലിഫിക്കേഷൻ, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, സ്റ്റോക്സ് ആൻഡ് ഷെയർസ്, സ്റ്റഡ്സ്, ഇൻഡിസസ്, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്, സർഫസ് ഏരിയ, ടൈം ആൻഡ് വർക്ക്, ട്രെയിൻസ്, ട്രിഗ്നോമെട്രി, വോളിയംസ്, വർക്ക് ആൻഡ് വേജസ്, പ്രോഗ്രഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, റിമൈൻഡർ തിയറം ആൻഡ് യൂണിറ്റ് ഡിജിറ്റ്, സെറ്റ്സ് ആൻഡ് വെൻ ഡയഗ്രാംസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിംപ്ലിഫിക്കേഷൻ, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, സ്റ്റോക്ക് ആൻഡ് ഷെയർസ്, സ്റ്റഡ്സ്, ഇൻഡിസസ്, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്, സർഫസ് ഏരിയ ആൻഡ് ടൈം ആൻഡ് വർക്ക്, ട്രെയിൻസ്, ട്രിഗ്നോമെട്രി, വോളിയംസ്, വർക്ക് ആൻഡ് വേജസ്. ഇത്തരം കാര്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഉണ്ടാകുന്ന ചോദ്യങ്ങൾ. റീസണിങ് എബിലിറ്റി എന്ന് ആൽഫ ന്യൂമറിക് സീരീസ്, അനലോഗിയസ്, ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ്, ബ്ലഡ് റിലേഷൻസ്, കലണ്ടേഴ്സ്, കോസ് ആൻഡ് ഇഫക്റ്റ്, ക്ലോക്സ്,
കോഡിംഗ് ഡീകോഡിംഗ്, ക്രിട്ടിക്കൽ പാത്ത്, ക്യൂബ്സ് ആൻഡ് ക്യൂബിയോട്സ്, ഡാറ്റ സഫിഷ്യൻസി, ഡിസിഷൻ മേക്കിംഗ്, ഡിഡക്റ്റീവ് റീസണിങ്, സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, ഡൈസസ് ആൻഡ് ഡയറക്ഷൻസ്, എംബഡഡ് ഇമേജസ്, ഫിഗർ മാട്രിക്സ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, മിറർ ആൻഡ് വാട്ടർ ഇമേജസ്, ഓഡ് വൺ ഔട്ട്, പിക്ചർ സീരീസ് ആൻഡ് സീക്വൻസസ്, പേപ്പർ ഫോൾഡിങ്, പസിൽസ്, പാറ്റേൺ സീരീസ് ആൻഡ് സീക്വൻസസ്, ഓർഡർ ആൻഡ് റാങ്കിങ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ഷേപ്പ് കൺസ്ട്രക്ഷൻസ്, സ്റ്റേറ്റ്മെന്റ് അസംഷൻസ്, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻസ്, സൈലോജിസം, in verbal ability, reading comprehensions, cross test, fill in the blanks, match the columns, error dictations, jumbled word or paragraphs, vocabulary, and grammar, one word substitution, idioms and phrases, antonyms and synonyms, rules for tenses, rules for prepositions, list of prepositions, rules and list of conjunctions, active and passive voice rules, list of one-word substitutions, list of homophones, homonyms. Next, computer awareness ആണ്. Basic of hardware and software, operating systems, internet and associated topics, Microsoft Office and other word processing software, history of computing, basic computer networking, basic of databases, basics of cyber security tools and processes, general awareness, static GK, current affairs, banking awareness, financial knowledge, Indian insurance sector, government schemes, history of banking in India. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. ഈ മാർക്ക് എൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളും ടൈമും ഒക്കെ നമ്മൾ കണ്ടല്ലോ. ഇത് സാധാരണഗതിയിൽ ഒരു 6-7 മാസത്തെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ഈ ലെവലിലേക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ജൂലൈ മാസമാണ്. 1-2 മാസങ്ങൾ കൊണ്ട് ഒക്കെ നമുക്ക് ഈ ഫസ്റ്റ് തുടക്കക്കാർക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് ആയിരിക്കും. ഇതെല്ലാം തന്നെ തറവായിട്ട് പഠിച്ച് നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് നല്ല പ്രാക്ടീസ് ഉള്ളവർ മാത്രം ഇതിന് അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ആപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ അടച്ച് അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പോൾ ഇത് ഓൺലൈനാണ് എക്സാമിനേഷനൊക്കെ നടക്കുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് വരുന്നത്. ആദ്യം നമുക്ക് വരുന്നത് പ്രിലിംസ് എക്സാം, രണ്ടാമത് മെയിൻ എക്സാം, അതിനുശേഷം ഒരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ടാകും. അപ്പോൾ തുടക്കക്കാരല്ലാത്തവർ ഇത് കൂടുതൽ പ്രീവിയസ് പേപ്പറും ഓൺലൈനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ സ്പീഡും ഒക്കെ കൈവരിക്കുക. നമ്മൾ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കിങ് എക്സാമിൻ്റെ അതിൽ IPS എല്ലാ ബാങ്കും എഴുതാൻ പറ്റുന്ന വിധത്തിലുള്ള ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വിശദവിവരങ്ങൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടും നോട്ടിഫിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും എല്ലാം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ www.bharatacademy.org എന്നുള്ള സൈറ്റിൽ അവിടെ /ഇല്ല കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക.
ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നവർ ചെയ്യട്ടെ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നവർ ജോയിൻ ചെയ്യട്ടെ. ആർക്ക് ജോലി കിട്ടുന്നവർക്ക് കിട്ടട്ടെ. അങ്ങനെയൊക്കെ നോക്കുന്ന നമ്മൾ ഒന്ന് ഷെയർ ചെയ്ത് അറിയാത്തവരെല്ലാവരും അറിയിക്കുക. കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുകയും കൂടുതൽ ആളുകൾ സ്വയം പര്യാപ്തത നേടുമ്പോഴാണ് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരു സമൃദ്ധി ഉണ്ടാകാൻ കഴിയുക. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തേ തന്നെയായാലും അത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി ഏറ്റവും എളുപ്പത്തിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.